ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമൃത. നമ്മൾ ഈ സ്പേസിൽ സംസാരിക്കുന്ന സ്കിൻ കെയർ, മേക്കപ്പ് ആൻഡ് വെൽനസ് റിലേറ്റഡ് ടോപ്പിക്സ് ആയിരിക്കും. സോ ഇന്ന് നമ്മളൊരു സിംഗിൾ ഐ ഷാഡോ വെച്ചിട്ടുള്ളൊരു സ്മോക്കി ഐ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വിതൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് വീഡിയോ. നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ടൈം സ്റ്റാമ്പ് ഇടുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ബേസ് മേക്കപ്പ് കാണുന്നത് താല്പര്യമില്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ടു ദ ടൈം സ്റ്റാമ്പ് ഏരിയ. അവിടെ ഞാൻ ടൈം ഇട്ടിട്ടുണ്ട് ഐ ഷാഡോ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ. നൗ ഐ എം ഗോണ സ്റ്റാർട്ട് വിത്ത് മോയ്സ്ചറൈസർ ഫസ്റ്റ്. You should start everything after having cleansed your face. ഇവിടെ ഞാൻ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. ഇൻ കേസ് ഇഫ് യു ഹാവ് പിമ്പിൾ ഇഷ്യൂസ് ആൻഡ് ഓൾ ദാറ്റ് നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ഐസ് ക്യൂബ് വെച്ച് റബ്ബ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് സോ ദാറ്റ് യു നോ മേക്കപ്പ് ലാസ്റ്റ് ലോങ്കർ. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മോയ്സ്ചറൈസർ ഇസ് സെറ്റഫിൽ. ഇത് മെഡിക്കൽ സ്റ്റോഴ്സിലൊക്കെ ഈസിലി അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് കൺസീലിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഓറഞ്ച് ബേസ്ഡ് കൺസീലർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ ക്വാണ്ടിറ്റി എൻ്റെ കണ്ണിൻ്റെ അടിയിലെ പിഗ്മെൻറ്റേഷൻ കവർ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആസ് യു കെൻ സീ ക്വാണ്ടിറ്റി കുറച്ചിട്ടാൽ മതിയാകും തുടക്കത്തിൽ. അതിനുശേഷം ബിൽഡ് ചെയ്യണമെങ്കിൽ ബിൽഡ് ചെയ്യാം, അത് നമുക്ക് നോക്കി ചെയ്യാം. ഇനി എൻ്റെ കണ്ണിൻ്റെ അടിയിൽ മാത്രമല്ല പിഗ്മെൻറ്റേഷൻ ഉള്ളത്, മൗത്തിന് ചുറ്റും പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ലിപ്സിൻ്റെ ആ ഏരിയയിലും ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഓറഞ്ച് പേസ്റ്റ് കൺസീലർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാനൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. കാരണം കൺസീലിംഗ് എന്നുള്ള പ്രോസസ്സ് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. പലർക്കും അവരവരുടെ അണ്ടർടോൺ അനുസരിച്ചിട്ട് കറക്റ്റ് ഷെയ്ഡ് പിക്ക് ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സോ ആഫ്റ്റർ കൺസീലിംഗ് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ലോറിയലിൻ്റെ ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്, ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് ആക്ച്വലി കറക്റ്റ് അല്ല, കുറച്ച് ലൈറ്റാണ്. എൻ്റെ പ്രോഡക്ട്സ് ഒക്കെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സിറ്റിയിൽ ലോക്ക്ഡായി പോയി ഡ്യൂ ടു ലോക്ക്ഡൗൺ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ തൽക്കാലം ഞാനിത് യൂസ് ചെയ്തേ ഉള്ളൂ. ഐ എം ട്രൈങ് ടു ബ്ലെൻഡ് ഇറ്റ് യൂസിങ് ഈ പോയിൻറ്റഡ് ഫൗണ്ടേഷൻ ബ്രഷ്. അത് കഴിഞ്ഞ് കൈ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യും. ഈ പോയിൻറ്റഡ് ഫൗണ്ടേഷൻ ബ്രഷ് കുറച്ച് ചെറുതായതുകൊണ്ട് ഇറ്റ് വാസ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട് ഫോർ മീ ടു ബ്ലെൻഡ് ഇറ്റ്. അതുകൊണ്ട് കൈ കൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു ബ്യൂട്ടി സ്പഞ്ചോ ബ്യൂട്ടി ബ്ലെൻഡറോ ഏത് ടൂളാണോ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൂൾ അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇറ്റ് കുഡ് ബി എ സ്റ്റിപ്ലിംഗ് ബ്രഷ് ഓർ ഇറ്റ് കുഡ് ബി ബഫിംഗ് ബ്രഷ് ഓർ ബ്യൂട്ടി ബ്ലെൻഡർ, വിച്ച് എവർ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്ത് ചെയ്യാം. സോ ഞാനിവിടെ അണ്ടർ ഐ മാത്രം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാക് NC41 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമ്മൾ ഐബ്രൗസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മേളിലേക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലൊരു സ്പൂളി ആ പെൻസിലിൻ്റെ കൂടെ തന്നെ വന്നിരുന്നു, അത് വെച്ചിട്ട്. സോ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ നമ്മുടെ ഐബ്രൗസ് ബിഗിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒത്തിരി പ്രോഡക്റ്റ് കൊടുക്കരുത്. മാക്സിമം പ്രോഡക്റ്റ് നമ്മുടെ ആർച്ചിലായിരിക്കണം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ നമ്മൾ ഒത്തിരി ഫില്ല് ചെയ്ത് കൊടുക്കാൻ നോക്കിയാൽ ചെറുതായിട്ടൊരു ഗബ്ബർ സിംഗ് ഇഫക്റ്റ് ആയി പോകും. മാത്രമല്ല ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് ഗ്രേ ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഫ്രം എറ്റ്യൂഡ് ഹൗസ്. ഈ പെർട്ടിക്കുലർ ഷെയ്ഡ് കുറച്ച് ഡീപ്പായിട്ട് എഴുതിയാലും അങ്ങനെ അധികമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് സ്പാസ് ഐബ്രോസ് ആണ് ഉള്ളതെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് ബ്രൗണോ അങ്ങനത്തെ ഷെയ്ഡ്സ് ഈ സെയിം ബ്രാൻഡെന്നോ ഡിഫറെൻറ്റ് ബ്രാൻഡെന്നോ നിങ്ങൾക്ക് എടുക്കാം. ലിപ്സ്റ്റിക് ലാസ്റ്റ് ഇട്ടാൽ മതി, പക്ഷേ ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി 2 ലിപ്സ്റ്റിക് മിക്സ് ചെയ്തിടുകയാണ്. വൺ ഇസ് മാക് റെട്രോ ആൻഡ് ദി അതർ ഇസ് മാക് ചില്ലി. ബ്രൗൺ ആണ് ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ്, പക്ഷേ അതില്ലാത്തതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് വളരെയധികം ടോൺ ഡൗൺ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇവിടെ നിക്സിൻ്റെ ഒരു ബ്രോൺസറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഷെയ്ഡിൻ്റെ പേരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ബ്രോൺസർ എടുത്തതിന് ശേഷം ഒരു ആംഗിൾഡ് കോൺടോ കൈൻഡ് ഓഫ് ബ്രഷ്, എനിക്ക് എൻ്റെ പേര് ഓർക്കണില്ല, ഒരു ആംഗിൾഡ് ബ്രഷ് എടുത്തിട്ട് ഞാൻ ബ്രോൺസർ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. നമ്മൾ ഈ ബ്രോൺസർ യൂസ് ചെയ്യുന്നത് ഫേസിനൊരു ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒരു ഫ്ലാറ്റ് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫേസിലൊരു ഡെഫിനിഷൻ
ഫേസിൽ നാച്ചുറലി നമുക്ക് കുറേ കർവിച്ചേഴ്സ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അതൊന്ന് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ബ്രോൺസർ യൂസ് ചെയ്യുന്നത്. മാത്രമല്ല കഴുത്തിന് താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ജോ ലൈൻ ഒക്കെ ഒന്ന് ഡിഫൈൻഡ് ആവും. ഡബിൾ ചിന്നൊക്കെ ചെറുതായിട്ടൊന്ന് ഹൈഡ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. കോണ്ടൂർ ചെയ്യുന്നത് ഷാഡോസ് നാച്ചുറലി ഉള്ള സ്ഥലം ഒന്ന് കുറച്ച് ഷാഡോ കൂട്ടാനും ഹൈലൈറ്റ് ചെയ്യുന്നത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാനും വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ചീക്ക് ബോൺസും ചിന്നും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ദി ബാം കോസ്മെറ്റിക്സിൻ്റെ മേരി ലൂമിനൈസറാണ്. അടുത്തതായി ഞാനൊരു ബ്ലഷ് എടുക്കുകയാണ്. ഭരത് ആൻഡ് ഡോറിസിൻ്റെ നമ്പർ 7 ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് നമ്മുടെ ആപ്പിൾസ് ഓഫ് ദി ചീക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫൈനലി ഗൈസ് ഡൺ വിത്ത് ദ ഫേസ് മേക്കപ്പ് നൗ. ഇനി നമുക്ക് ഐ ഷാഡോ പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. ഞാനിവിടെ ഒരു പൗഡർ വെച്ചിട്ട് അപ്പർ ഐലിഡ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഐസല്ല ഐലിഡ്സ് കുറച്ച് ഓയിലിയാണ്, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐ ഷാഡോ പ്രൈമർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കൺസീലർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പൗഡർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഐ ഷാഡോ ലാച്ച് ഓൺ ചെയ്യണമെങ്കിൽ നല്ലൊരു ബേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് ഒരു സിംഗിൾ ഐ ഷാഡോ ആണെന്ന് അറിയാമല്ലോ. ഇത് ലോറിയൽ ഇൻഫാലിബിൾ റേഞ്ചിൻ്റെ ഒരു ഐ ഷാഡോ ആണ്. ഇതിൻ്റെ പേര് എൻഡ്ലെസ് ചോക്ലേറ്റ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്, ഒരു ബ്രോൺസ് ചോക്ലേറ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, കുറച്ച് ഡീപ്പ് ഷെയ്ഡാണ്. ഞാൻ എൻ്റെ കൈ യൂസ് ചെയ്തിട്ടാണ്, അതായത് ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് കണ്ണിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഫോർ മാക്സിമം ഒപ്പാസിറ്റി. കണ്ടോളൂ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സോ ഞാൻ കുറച്ച് ക്ലോസപ്പ് ആയി വന്നു. ഇനി ഞാനിത് ഐലിഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെയധികം ശ്രദ്ധിക്കുക, ക്രീസിൻ്റെ പുറത്തേക്ക് ഇത് പോവുകയും ചെയ്യരുത്. വിത്തിൻ ദി ക്രീസ് ആയിരിക്കണം ഈ മാക്സിമം പ്രോഡക്റ്റ് ഇരിക്കേണ്ടത്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. സോ ഞാനിവിടെ ഒരു ബ്ലെൻഡിങ് ബ്രഷ്, ഐ ഷാഡോ ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. വിൻഷീൽഡ് വൈപ്പർ മോഷൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അത് ക്രീസിൽ മാത്രം, ഓക്കെ, ഐ ഷാഡോ അപ്ലൈ ചെയ്ത പോർഷനിലല്ല, ക്രീസിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അധികം പ്രഷർ യൂസ് ചെയ്യേണ്ട. ലെറ്റ് ബ്രഷ് ഡു ദ വർക്ക്. പിന്നെ അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ അത് ബ്ലെൻഡായിട്ട് കാണപ്പെടും. ഞാൻ കണ്ണിൻ്റെ കോർണർ, അതായത് ഔട്ടർ കോർണർ ഏരിയയിൽ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചൊന്ന് കൂട്ടിയായിരുന്നു. എന്നിട്ട് ഔട്ട്വേർഡ്സ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കുറച്ചും കൂടി. ഇത് കണ്ണിൻ്റെ ഷേപ്പ് ഒന്നുകൂടി ചെറുതായിട്ട് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആൻഡ് ബിഗ് അപ്പിയറൻസ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. സോ ഞാനിവിടെ ഒരു ബ്രൗൺ കോൾ പെൻസിൽ വെച്ചിട്ട് കണ്ണിന് താഴെ നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ്. അത് കണ്ണിൻ്റെ അകത്ത് എഴുതുന്നില്ല, കണ്ണിൻ്റെ പുറത്ത് മാത്രം എഴുതി കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സ്മഡ്ജർ യൂസ് ചെയ്തിട്ട് സ്മഡ്ജിങ് ബ്രഷ് യൂസ് ചെയ്ത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. ഇനി സ്മഡ്ജർ ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്യൂട്ടിപ്പ് അഥവാ ഇയർബഡ് യൂസ് ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു പെൻസിൽ ടോപ്പ് ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. സോ എക്സാക്റ്റ് സെയിം പ്രൊസീജിയർ ഞാൻ മറ്റേ കണ്ണിലും കൂടി ചെയ്ത് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല, സെയിം രീതിയിൽ തന്നെ. സോ യു ക്യാൻ സീ. സോ നമ്മുടെ ഐ ഷാഡോ ആപ്ലിക്കേഷൻ ബ്ലെൻഡിങ് ഒക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ഐ ലാഷ് കേളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം.
ഡയറക്റ്റായിട്ട് മസ്കാര അപ്ലൈ ചെയ്യുന്നേക്കാളും വളരെ വളരെ നല്ലതാണ് കേളർ യൂസ് ചെയ്യുന്നത്. ആദ്യം കാണുമ്പോൾ കുറച്ച് പേടി തോന്നും, പക്ഷേ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് കേൾ ചെയ്തൊരു 5 സെക്കൻഡ്സ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, മസ്കാര യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല കേൾഡ് ഇഫക്റ്റ് ഈ കേളർ കൊണ്ട് കിട്ടി. സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ ദേ ആർ റിയൽ ബൈ ബെനിഫിറ്റ് മസ്കാര ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം തീർന്നു, അതുകൊണ്ട് ഒത്തിരി പ്രോഡക്റ്റ് പീലിയിലേക്ക് പോവില്ല. എന്നാലും ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഉള്ളത് വെച്ചിട്ട്. ഈ മസ്കാരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ലൈറ്റാണ്. ഓരോ ലാഷസും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, ക്ലംപി ആവേ ഇല്ല. പേര് പോലെ തന്നെ റിയൽ ലാഷസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കും, പക്ഷേ എൻഹാൻസ്ഡ് വേർഷൻ ഓഫ് യുവർ ഓൺ ലാഷസ്. ആക്ച്വലി ഗൈസ്, ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ പ്രോഡക്റ്റ് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫുൾ ഇഫക്റ്റ് കിട്ടുന്നില്ല. എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ്. Alright guys, this is how the eyes look after all the blending. I hope you can see clearly. Yeah. So ഇത് ബെക്ക എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഷുഗർ പ്ലം എന്ന് പറഞ്ഞ ലിപ് ഗ്ലോസ് ആണ്. ഞാൻ ലൈറ്റായിട്ട് ലിപ്സിൻ്റെ സെൻറ്ററിൽ മാത്രം അപ്ലൈ ചെയ്ത് ജസ്റ്റ് ലിപ്പ് സ്മാക്ക് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. So guys, this is the final look, finally after kore nero alle. So I hope you enjoyed the video. If you liked it, then definitely come back to my channel for more. Thank you.